തട്ടുകട സ്റ്റൈൽ കാട ഫ്രൈ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. 4 കാട ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി, ഒരു നാരങ്ങ, കുറച്ച് സവോളയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, അതിൻ്റെ അളവൊക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ്ലി ക്രഷ്ഡ് ആയിട്ടുള്ള പെപ്പർ എപ്പോഴും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അതിനുശേഷം ഒരു 1-2 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത നമ്മുടെ മസാല കാടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലോ ടെമ്പറേച്ചറോ ഓക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും മതിയാവും. 1 മണിക്കൂറിന് ശേഷം അത്യാവശ്യം കുഴിവുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിനധികം ഓയിൽ ചേർത്ത് കൊടുക്കുക. മുക്കി പൊരിച്ചെടുക്കണം. അന്നേരമാണ് അത് ക്രിസ്പി ആയിട്ടും ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ പൊരിക്കാൻ നോക്കിയാൽ എണ്ണ കുടിക്കാനും സാധ്യതയുണ്ട്. ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് ഇതേ നന്നായിട്ട് എണ്ണയിൽ വറുത്ത് കോരിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 2 കാട ഫ്രൈ കാട ഇതുപോലെ തന്നെ ഞാൻ മുക്കി പൊരിച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും പിന്നെ ഒരു അര സവോളയാണ്. ഇതൊക്കെ നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കാടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കഴിക്കുന്നതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തട്ടുകട കിട്ടുന്ന അതേ ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം വറുത്തതിന് ശേഷം നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ കാടയൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാടയുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാലും അപ്പമോ പൊറോട്ടയോ ദോശയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിവിടെ സാദാ വെള്ളയപ്പമാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ഫെർമൻറ്റഡ് ആയിട്ടുള്ള അപ്പം ബാറ്ററാണിത്. അത് നമുക്ക് സാദാ കല്ലിൽ നമുക്കിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഏവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് തട്ടുകട കിട്ടുന്ന അതേ ഒരു ടേസ്റ്റും അതേ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ഫുഡി ട്രാവലർ ബൈ സവിത. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.